അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 18-ാം ജുസ്, അധ്യായം 24, സൂറത്തുന്നൂർ. 1-2 ആയത്തുകളുടെ തുടർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രിയപ്പെട്ട പോറ്റുപുത്രൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ഭേദപ്പെട്ട സ്ത്രീ മോഷണം ചെയ്ത കേസിൽ ശുപാർശ നടത്തുകയുണ്ടായി. മറ്റാരും തിരുമേനിയുടെ അടുക്കൽ ശുപാർശയ്ക്ക് ചെല്ലുവാൻ ധൈര്യപ്പെടാതിരുന്നത് കൊണ്ട് കേവലം ചെറുപ്പക്കാരനും തിരുമേനിയുടെ വാത്സല്യപാത്രവുമായ ഉസാമ റളിയല്ലാഹു അൻഹുയെ പ്രതിഭാഗം തിരഞ്ഞെടുത്തയച്ചതായിരുന്നു. അള്ളാഹുവിന്റെ ശിക്ഷണ നടപടികളിൽ ശുപാർശയ്ക്ക് വന്നിരിക്കുകയാണോ നീ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ആക്ഷേപിക്കുകയും അതിനെ തുടർന്ന് ഒരു പ്രസംഗം തന്നെ നടത്തുകയുമാണ് തിരുമേനി ചെയ്തത്. അതിൽ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞിരുന്നു: പ്രമാണിമാർ കളവ് നടത്തിയാൽ വിട്ടുകളയുകയും അബലരായ ആളുകൾ കളവ് നടത്തിയാൽ ശിക്ഷാ നടപടി എടുക്കുകയും ചെയ്തിരുന്ന സമ്പ്രദായമാണ് നിങ്ങൾക്ക് മുൻപുള്ളവരെ, അതായത് വേദക്കാരെ നാശത്തിലാക്കിയത്. അള്ളാഹു തന്നെയാണ് സത്യം. മുഹമ്മദിന്റെ മകൾ ഫാത്തിമ തന്നെ കളവ് നടത്തിയാലും ഞാൻ അവളുടെ കൈ മുറിച്ചു കളയും. വലൗ അന്ന ഫാത്തിമ ബിൻതു മുഹമ്മദ് സറഖത് ലഖതഅത് യദഹ. ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളെപ്പറ്റി പഴഞ്ചൻ, അപരിഷ്കൃതം, നിർദ്ദയം എന്നൊക്കെ ആക്ഷേപിക്കപ്പെടാറുണ്ട്. പരിഷ്കൃതാശയക്കാരെന്ന് അഭിമാനിക്കുന്ന ചില മുസ്ലിങ്ങൾ പോലും ഈ അഭിപ്രായക്കാരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മനഃശാസ്ത്രത്തെയും പരിഷ്കൃത യുഗത്തെയും ചൊല്ലി മതനിയമങ്ങളെ ആക്ഷേപിക്കുന്ന ആളുകളാൽ നിർമ്മിതങ്ങളായ ഇന്നത്തെ ശിക്ഷാ നിയമങ്ങളാകട്ടെ കുറ്റങ്ങളെ കുറയ്ക്കുവാനും അച്ചടക്ക വാസനയുണ്ടാക്കുവാനും പര്യാപ്തങ്ങളല്ലെന്ന് നിത്യാനുഭവങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഗവൺമെന്റ് അതിന്റെ പരാജയം സമ്മതിക്കേണ്ടി വന്ന പല നിയമങ്ങളും നിലവിലുള്ളത് നമുക്കറിയാമല്ലോ. കൊലശിക്ഷ എടുത്തു കളഞ്ഞ ശേഷം വീണ്ടും അത് നടപ്പിലാക്കുവാൻ ചില രാഷ്ട്രങ്ങൾ നിർബന്ധിതമായ വാർത്തകളും നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ചിന്തകന്മാരായ പല വ്യക്തികളും ഇതിന്റെയെല്ലാം പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഭരണ ചെങ്കോലുകൾ കൈവശം വെക്കുന്നവരുടെ ഗതി പിന്നെ പിന്നെ അധപ്പതനത്തിലേക്കാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വ്യഭിചാര വിഷയകമായി നോക്കുകയാണെങ്കിൽ ബലാത്സംഗം മാത്രമാണ് ഇന്നത്തെ നിയമപ്രകാരം പല രാഷ്ട്രങ്ങളിലും ശിക്ഷാർഹമായിട്ടുള്ളതെന്ന് പറയാം. നിയമപരമായി നോക്കുമ്പോൾ വ്യഭിചാരത്തിന് പ്രോത്സാഹനമോ നിർബന്ധമോ എവിടെയും നിലവിലില്ല എന്നത് ശരിയാണ്. എങ്കിലും പല കലാവിനോദങ്ങളും പുതുതായി നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏതാനും സർക്കാർ നിയമങ്ങളും ഇക്കാലത്ത് വ്യഭിചാര വൃത്തിക്ക് തികച്ചും പ്രോത്സാഹനം നൽകുന്നുവെന്നത് ഒരു വാസ്തവം മാത്രമാണ്. മനുഷ്യത്വത്തെയും ധാർമ്മികത്വത്തെയും നിലനിർത്തണമെങ്കിൽ മനുഷ്യ സൃഷ്ടാവിനാൽ നിയമിക്കപ്പെട്ട ധാർമ്മിക നടപടികൾ സ്വീകരിച്ചേ തീരൂ. ഖുർആൻ വ്യാഖ്യാതാക്കളും ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും അൽ ഫിഖ്ഹുൽ ഇസ്ലാമി വളരെയധികം വിസ്തരിച്ച് വിവരിച്ചിട്ടുള്ള ഒരു ആയത്താണ് നാം വായിച്ചത്. ഈ ആയത്തിൽ നിന്നും അതിനോട് ബന്ധപ്പെട്ട ഹദീസുകളിൽ നിന്നുമായി അനവധി സംഗതികൾ ഇവിടെ അവർ വിവരിച്ചു കാണാം. അവയിൽ മുഖ്യമായ 1-2 സംഗതികൾ ഇവിടെ ചുരുക്കി പ്രസ്താവിക്കുന്നത് ആവശ്യമാകുന്നു. അതിനു മുമ്പായി ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങൾ ഖുർആനും ഹദീസുമാകുന്നു. വേദഗ്രന്ഥവും സാക്ഷാൽ അടിസ്ഥാനവും ഖുർആൻ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ വചനങ്ങളും മാതൃകാ പ്രവർത്തനങ്ങളുമാകുന്ന സുന്നത്ത് അല്ലെങ്കിൽ ഹദീസ് അതിന്റെ വ്യാഖ്യാനവുമാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഖുർആന്റെ വ്യാഖ്യാതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി. അവിടുത്തെ വ്യാഖ്യാനത്തിന് നിരക്കാത്ത ഏത് വ്യാഖ്യാനവും സ്വീകാര്യമല്ല തന്നെ. ഇതിന് തെളിവായി പലതും ഉദ്ധരിക്കുവാനുണ്ടെങ്കിലും അല്പം ചില ഖുർആൻ വചനങ്ങൾ കൊണ്ട് നമുക്കിവിടെ മതിയാക്കാം. 1. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം അൻ-നഹ്ൽ. 2. വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അൻ-നജ്ം. 3. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. الحشر. സാരങ്ങൾ
ഒന്ന്, ജനങ്ങൾക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളതിനെ അവർക്ക് നീ വിവരിച്ചു കൊടുക്കുവാനാണ് നിനക്ക് നാം ദിക്റിനെ ഇറക്കിയിട്ടുള്ളത്. 16:44. ഇവിടെ ദിക്ർ എന്ന പദത്തിന് ബോധനം, സ്മരണ, ഉപദേശം എന്നിങ്ങനെയുള്ള ഏതു വാക്കർത്ഥം കൊടുത്താലും ശരി, ഖുർആൻ മാത്രമോ അല്ലെങ്കിൽ ഖുർആൻ അടക്കമുള്ള ദിവ്യബോധനങ്ങളോ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതെന്ന കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടാണിത് പറഞ്ഞിട്ടുള്ളതെന്ന കാര്യത്തിലും സംശയമില്ല. 2, അദ്ദേഹം നബി തന്നിഷ്ടപ്രകാരം മിണ്ടുകയില്ല, അതായത് സംസാരിക്കുകയില്ല. അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹിയല്ലാതെ മറ്റൊന്നുമല്ല. 53:3. 4:3. റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുവിൻ. അദ്ദേഹം നിങ്ങളോട് ഏതൊന്നിനെപ്പറ്റി വിരോധിച്ചുവോ അത് നിങ്ങൾ വർജിക്കുകയും ചെയ്യുവിൻ. 59:7. അതായത് സ്വീകരിക്കുവാൻ പറയുന്നിടത്ത് അദ്ദേഹം കൽപ്പിച്ചത് എന്ന് പറയാതെ അദ്ദേഹം കൊണ്ടുവന്നത് മേ ആറ്റാക്കും എന്ന് പറഞ്ഞ ഭാഗം പ്രത്യേകം ഗൗനിക്കേണ്ടതാകുന്നു. അദ്ദേഹത്തിന്റെ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും മാതൃകയുണ്ടെന്നാണത് കാണിക്കുന്നത്. ഉദ്ദേശ്യം വിവരിക്കുക, സാമാന്യമായി പറഞ്ഞതിനെ വിസ്തരിച്ചു കാണിക്കുക, സൂചനകൾ വെളിപ്പെടുത്തുക, പരിധികളും ഉപാധികളും നിർണയിക്കുക, മൊത്തമായി പറഞ്ഞതിനെ വിശദീകരിക്കുക മുതലായതിനാണല്ലോ വ്യാഖ്യാനമെന്ന് പറയുന്നത്. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചാരം ചെയ്തവളും വ്യഭിചാരം ചെയ്തവനും എന്ന വാക്കുകൾ വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിയാത്തവർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഹദീസിൽ വ്യഭിചാരം ചെയ്യുന്നവരെ മുഹ്സ്വൻ എന്നും മുഹ്സ്വൻ അല്ലാത്തവൻ ഗൈറു മുഹ്സ്വൻ എന്നും വിഭജിച്ചിരിക്കുന്നു. മുഹ്സ്വൻ എന്ന വാക്ക് ഒന്നിലധികം അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. അതിനെപ്പറ്റി 4-ാം വചനത്തിന്റെ വിവരണത്തിൽ കാണാം. അംഗീകരിക്കപ്പെട്ട വിവാഹം വഴി ഭാര്യാഭർത്തൃ സഹവാസം നടന്നിട്ടുള്ള സ്വതന്ത്രനായ അടിമയല്ലാത്ത ആൾ എന്നാണ് ഇവിടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഭാര്യാഭർത്തൃ സഹവാസം നടന്നിട്ടില്ലാത്തവരും അംഗീകൃത വിവാഹം കഴിയാത്തവരും അടിമകളും മുഹ്സ്വനല്ലാത്തവരിൽ ഉൾപ്പെടുന്നു. ആയത്തിൽ പ്രസ്താവിച്ച അടിശിക്ഷ മുഹ്സ്വനല്ലാത്തവനുള്ളതാണെന്നും മുഹ്സന്റെ ശിക്ഷ എറിഞ്ഞു കൊല്ലലാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി വാക്കുമുഖേനയും പ്രവൃത്തി മുഖേനയും വ്യക്തമാക്കിയിരിക്കുകയാണ്. നിഷ്പക്ഷ ഹൃദയനായ ഏതൊരു മുസ്ലിമിനും നിഷേധിക്കാൻ കഴിയാത്തവണ്ണം ബലവത്തായ അനേകം ഹദീസുകൾ വഴി ഇത് സ്ഥാപിതമായിട്ടുണ്ട്. അബൂബക്കർ, ഉമർ, അലി, ജാബിർ, അബൂ സുഈദിൽ ഖുദരി, അബൂ ഹുറൈറ, സെയ്ദ് ഇബ്നു ഖാലിദ്, ബുറൈദത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹും തുടങ്ങിയ പല സ്വഹാബികളിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളതും ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ലാ തുടങ്ങിയ എല്ലാ പ്രധാന ഹദീസ് പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് അവ. ഒരൊറ്റ സ്വഹാബിയോ താബിയോ, അതായത് സ്വഹാബികളുടെ പിൻഗാമി ഇമാമോ ഇതിൽ എതിരഭിപ്രായക്കാരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി തന്നെ എറിഞ്ഞുകൊല്ലുവാൻ വിധി നടത്തിയ സംഭവങ്ങൾ 3 രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. ഖുലഫാ റാഷിദിന്റെ കാലത്തും അത് നടന്നിരിക്കുന്നു. അവ മുഴുവനുമോ ഏതാനുമോ ഇവിടെ വിവരിക്കുന്ന പക്ഷം ഈ വിവരണം വളരെ ദീർഘിച്ചു പോകുന്നത് കൊണ്ടും ആർക്കും അന്വേഷിച്ചറിയാവുന്ന വിധം അവ ശ്രുതിപ്പെട്ടതാകൊണ്ടും ഇവിടെ അവ ഉദ്ധരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ മേൽ കാണിച്ചതുപോലെയുള്ള ഖുർആൻ വാക്യങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതായത് വാക്കും പ്രവൃത്തിയും ഖുർആന്റെ വിവരണമായി അംഗീകരിക്കുന്ന ആർക്കും ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം അഥവാ എല്ലാത്തരം വ്യഭിചാരികൾക്കുമുള്ള ശിക്ഷ 100 അടി മാത്രമാണ് എന്നുള്ള വാദം ഉണ്ടായിരിക്കുവാൻ നിവൃത്തിയില്ല. ഇതേവരെ അങ്ങനെ ഉണ്ടായിട്ടുമില്ല. മുൻകാലത്ത് ഈ വിഷയത്തിൽ എതിരഭിപ്രായം ഉണ്ടായിട്ടുള്ളത് ഖവാരിജ് എന്ന പേരിൽ അറിയപ്പെടുന്ന കക്ഷിക്കു മാത്രമാണ്. അടിസ്ഥാനപരമായി തന്നെ മുസ്ലിങ്ങളുമായി ഭിന്നിച്ചു നിന്ന ഒരു കക്ഷിയാണത്. ഈ അഭിപ്രായത്തിൽ അവരെ അനുകരിക്കുന്ന ചില വ്യക്തികൾ പിന്നീടും ചുരുക്കത്തിൽ ഇല്ലാതില്ല. ഒന്നുകിൽ അവർ ആദർശപരമായി ഖവാരിജിനോട് യോജിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഖുർആൻ മാത്രമേ ഇസ്ലാമിന്റെ ലക്ഷ്യപ്രമാണമായിട്ടുള്ളൂവെന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ വാദിച്ചുകൊണ്ട് സുന്നത്തിനെ നിഷേധിച്ചു കളയുന്ന
പറയുന്ന അഹ്ലുൽ ഖുർആൻ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും. അതുമല്ലെങ്കിൽ ആധുനിക ലഹരി നിമിത്തം ഇസ്ലാമിക വിധികളെ ജനഹിതത്തിനൊത്തും കാലത്തിനൊത്തും ചിത്രീകരിക്കുവാൻ മുതിരുന്നവരായിരിക്കും. മറ്റാർക്കും അതിനുള്ള ആവശ്യമോ ധൈര്യമോ ഉണ്ടാകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയും ഉമർ റളിയല്ലാഹു അൻഹു മുതലായ ചില മഹാന്മാരും ഇങ്ങനെയുള്ളവരെ പറ്റി മുമ്പേ ചെയ്തിട്ടുള്ള പ്രവചനങ്ങൾ കാണുമ്പോൾ ചിന്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വിശ്വാസവർദ്ധന ഉണ്ടാവുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലഅൽഫൈനി അഹദുകും മുത്തകഅൻ അലാ അരീകതഹു യഅതീഹിൽ അംറു മിൻ അംരി മിമ്മാ ഉമിർതു ഔ നഹൈതു അൻഹു ഫയഖൂലു ലാ അദ്രി മാ വജദ്നാ ഫീ കിതാബില്ലാഹി ഇത്തബഅനാഹു. അഹ്മദ് വ അബൂ ദാവൂദ് തുർമുദി. സാരം, നിങ്ങളൊരാൾ അവന്റെ സോഫായിൽ അഥവാ അലങ്കൃതമായ കട്ടിലിൽ ചാരിയിരുന്ന്, അതായത് സുഖിച്ചു കൊണ്ടിരിക്കെ, ഞാൻ കൽപ്പിച്ചതോ ഞാൻ വിരോധിച്ചതോ ആയ എൻ്റെ നിർദ്ദേശത്തിൽപ്പെട്ട ഒരു കാര്യം അവന്റെ അടുക്കൽ എത്തുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കാണാതിരിക്കട്ടെ, എനിക്ക് അതറിഞ്ഞുകൂടാ. അള്ളാഹുവിന്റെ കിതാബിൽ കണ്ടതേതോ അത് നമുക്ക് പിൻപറ്റാം. ഖുർആനും സുന്നത്തും വേണ്ടതുപോലെ ഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാത്ത സുഖിയന്മാരെയും മടിയന്മാരെയും സൂചിപ്പിച്ചുകൊണ്ടാണ് തിരുമേനി ഇത് അരുളി ചെയ്യുന്നതെന്നത്രേ. സോഫായിൽ ചാരിയിരുന്നു കൊണ്ട് മുത്തഖഅൻ അലാ അരീകതഹു എന്ന വാക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ വിഷയകമായി വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുന്നതിനെ നിഷേധിക്കുന്നവരെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കുക. ഖശീതു അൻ യതൂല ബിന്നാസി സമാൻ ഹത്താ യഖൂല ഖായിലുൻ ലാ തജിദു റജ്മു ഫീ കിതാബില്ലാഹി തആല ഫയദില്ലു ബിതർകി ഫരീദതൻ അൻസലഹ അല്ലാഹ് അലാ വ ഇന്നർ റജ്മ ഹഖ അലാ മൻ സിനാ വഖദ് അഹ്സന ഇദാ ഖാമത്തിൽ ബയ്യിനഹ ഔ കാനൽ ഹബ്ലു അവൽ ഇഅ്തിറാഫ്. അൽ ബുഖാരി വ മുസ്ലിം വ ഗൈറുഹുമാ. സാരം, ജനങ്ങളിൽ കുറെ കാലം ദീർഘിക്കുമ്പോൾ വല്ലവരും അള്ളാഹുവിന്റെ കിതാബിൽ റജ്മ്, അതായത് എറിഞ്ഞുകൊല്ലൽ നാം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ അതുമൂലം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഒരു നിർബന്ധിത നിയമം ഉപേക്ഷിച്ചുകൊണ്ട് അവർ പിഴച്ചുപോയേക്കും. അല്ല, അതായത് അറിയുക, എറിഞ്ഞുകൊല്ലുക റജ്മ് എന്നത് മുഹ്സനായ നിലയിൽ വ്യഭിചാരം ചെയ്തവന്റെ പേരിൽ നടത്തൽ കടമയാകുന്നു. തെളിവ് സ്ഥാപിതമാകുകയോ അല്ലെങ്കിൽ ഗർഭമോ കുറ്റം സമ്മതിക്കലോ ഉണ്ടാവുകയോ ചെയ്താൽ. ബുഖാരി, മുസ്ലിം മുതലായ പലരും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘദൃഷ്ടി നോക്കുക. അദ്ദേഹത്തിന്റെ കാലത്ത് റജ്മിനെ നിഷേധിക്കുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നിട്ടുപോലും കാലാന്തരത്തിൽ അങ്ങനെ ഒരു കൂട്ടർ ഉടലെടുക്കുമെന്ന് അദ്ദേഹത്തിന്റെ ദീർഘദൃഷ്ടി കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി. അവരെ താൻ മുൻകൂട്ടി താക്കീതും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു ശേഷം പ്രവാചകന്മാരുണ്ടാകുമായിരുന്നുവെങ്കിൽ ഉമർ പ്രവാചകനാകുമായിരുന്നുവെന്ന് കാണിക്കുന്ന നബി വചനങ്ങൾ ഇവിടെ സ്മരണീയമാകുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവനയിൽ നിന്ന് ചില സംഗതികൾ മനസ്സിലാക്കുവാനുണ്ട്. ഒന്ന്, മുഹ്സനായ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലണമെന്ന വിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ മറ്റോ അഭിപ്രായമല്ല, അള്ളാഹുവിൽ നിന്ന് വഹ്യ് മൂലം അവതരിച്ചതു തന്നെയാണ്. അതാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള നിർബന്ധ നിയമം ഫരീദതൻ അൻസലഹല്ലാഹ് എന്ന പ്രയോഗം കാണിക്കുന്നത്. ഈ വാസ്തവവും ആ അവതരിച്ച വഹീന്റെ വാക്യങ്ങളും വേറെ ഹദീസുകളിൽ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുമുണ്ട്. 2, കുറ്റവാളിയുടെ മേൽ ശിക്ഷ നടത്തണമെങ്കിൽ മൂന്നിലൊരു കാര്യം കൂടാതെ കഴിയുകയില്ല. ഒന്നുകിൽ സാക്ഷി മൂലം തെളിയുക, അല്ലെങ്കിൽ കുറ്റവാളി കുറ്റം സമ്മതിക്കുക, അല്ലെങ്കിൽ സ്ത്രീക്ക് ഗർഭം പ്രത്യക്ഷത്തിൽ കാണുക. ഒന്നാമത്തതിനെ കുറിച്ച് 4-ാം വചനത്തിൽ കാണാം. രണ്ടാമത്തേതിന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ശിക്ഷകൾ നടത്തപ്പെട്ടത്. ശിക്ഷാർഹമായ മാർഗേണ ഗർഭം ധരിച്ച സ്ത്രീകൾക്ക് മാത്രം ബാധകമായതാണ് മൂന്നാമത്തേത്. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം കൂടി പറഞ്ഞതായി ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ലൗലാ അൻ യുഖാലു സാദ ഉമർ ഫിൽ കിതാബി ലകതബതുഹാ അലാ ഹാഷിയത്തിൽ മുസ്ഹഫ്. അബൂ ദാവൂദ് വ ഗൈറുഹു. അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ ഉമർ കൂട്ടിച്ചേർത്തു എന്ന് പറയപ്പെട്ടേക്കുമായിരുന്നില്ലെങ്കിൽ
ഞാനിത് എറിഞ്ഞുകൊല്ലലിനെ സംബന്ധിച്ച വാക്യങ്ങൾ മുസ്ഹഫിന്റെ ഓരത്തിൽ എഴുതി ചേർക്കുമായിരുന്നു. ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതു പ്രകാരം മുഹ്സനല്ലാത്തവനും 100 അടിക്ക് പുറമെ 1 കൊല്ലം നാടുകടത്തൽ കൂടി ശിക്ഷ നൽകേണ്ടതുണ്ടോ എന്നതിലും മുഹ്സനായവനെ എറിയുന്നതിനു മുമ്പ് അടിശിക്ഷ കൂടി നടത്തേണ്ടതുണ്ടോ എന്നതിലും പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. ഒന്നാമത്തേതിൽ അത് വേണ്ടതില്ലെന്നും ഭരണകർത്താവിന്റെ യുക്തം പോലെ ചെയ്യാമെന്നുമാണ് ഒരഭിപ്രായം. രണ്ടാമത്തേതിൽ എറിഞ്ഞു കൊല്ലപ്പെടേണ്ടവന് അടിശിക്ഷ ഇല്ല എന്നാണ് ഭൂരിപക്ഷാഭിപ്രായം. ഓരോ അഭിപ്രായങ്ങൾ ഉടലെടുക്കുവാനുള്ള കാരണവും ന്യായവും വിസ്തരിക്കുന്ന പക്ഷം അത് വളരെ ദീർഘിച്ചു പോയേക്കും. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മതനടപടി നിർവഹിക്കുന്നതിൽ അവരെക്കുറിച്ച് യാതൊരു ദയയും നിങ്ങളെ പിടികൂടരുത് എന്ന് അള്ളാഹു ചെയ്ത താക്കീത് വളരെ ഗൗരവമുള്ളതാകുന്നു. രക്തബന്ധമോ സ്നേഹബന്ധമോ നിമിത്തം പ്രകൃത്യാ തോന്നിയേക്കാവുന്ന അനുകമ്പയെക്കുറിച്ചല്ല ഇവിടെ വിലക്കുന്നത്. ശിക്ഷ ഇല്ലാതാക്കുകയോ ഇളവ് ചെയ്തു കൊടുക്കുകയോ ചെയ്യുവാൻ പാടില്ല എന്നത്രേ താല്പര്യം. ഒരു കൂട്ടം സത്യവിശ്വാസികളുടെ മുമ്പാകെ വെച്ചായിരിക്കണം ശിക്ഷ നടത്തുന്നത് എന്ന കൽപ്പനയും ഈ കുറ്റത്തിന്റെ ഗൗരവത്തെ ചൂണ്ടിക്കാട്ടുന്നു. മേലിൽ ഇത്തരം വമ്പിച്ച നീചകൃത്യത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ ജനങ്ങൾക്കത് പാഠം നൽകണമെന്ന് അതുമൂലം ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. വ്യഭിചാരം എത്രമാത്രം കടുത്ത പാപമായിട്ടാണ് ഇസ്ലാം കണക്കാക്കുന്നതെന്ന് ഇതിൽ നിന്നൊക്കെ ഗ്രഹിക്കാവുന്നതാണ്. എങ്കിലും അള്ളാഹു പരമകാരുണികനും കരുണാനിധിയുമാണ്. ഓരോ കുറ്റത്തിനും അവൻ പശ്ചാത്താപം നിശ്ചയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഖേദിച്ചു മടങ്ങുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുമെന്ന് അവൻ വാഗ്ദാനവും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ ഫുർഖാൻ 70 മുതലായ സൂക്തങ്ങളിൽ ഇതിനെപ്പറ്റി പ്രസ്താവിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എറിഞ്ഞു കൊല്ലപ്പെട്ട ഒരുവനെ പറ്റി തിരുമേനി ഇങ്ങനെ പറയുകയുണ്ടായി: അവൻ ഒരു പശ്ചാത്തപിച്ചിട്ടുണ്ട്. മദീന നിവാസികൾ മുഴുവനും കൂടി അത്ര പശ്ചാത്തപിക്കുന്ന പക്ഷം അവരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുന്നതാണ്. ലഖദ് തഅബ തൗബതൻ ലൗ തഅബഹ അഹ്ലുൽ മദീനതി ലഖബില മിൻഹും തുർമുദി വ അബൂ ദാവൂദ്.